ആ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം കൊടുക്കണം. അതുപോലെ തന്നെ ബിന്ദുവിന്റെ മകൾ നഴ്സിംഗ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ കുട്ടിക്ക് നല്ല ജോലി കൊടുത്തുകൊണ്ടും ആ കുടുംബത്തെ 5 സെന്റിൽ ഒരു ചെറിയ വീടിൽ, തേക്കാത്ത വീടിൽ, പണി പൂർത്തിയാക്കാത്ത വീടിലാണ് ബിന്ദു കഴിഞ്ഞത്. ബിന്ദുവിന്റെ ചെറിയ കൂലിപ്പണിയായിരുന്നു ആ വീടിന്റെ വരുമാനമെന്ന് മനസ്സിലാക്കുന്നു. ആ വീടിനെ സംരക്ഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. അത് ഞങ്ങൾ KPCCയും പ്രതിപക്ഷവും ശക്തമായിട്ട് തന്നെ ആവശ്യപ്പെടുകയാണ്. ഇതിലെ പ്രതിഷേധം വളരെ ശാന്തമായും ന്യായമായും നിയമപരമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും. അതിന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ച ചാണ്ടിയമ്മനെതിരെ കേസെടുക്കുന്ന സർക്കാരിന്റെ നടപടി തെറ്റാണ്. തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം. വാദിയെ പ്രതിയാക്കുന്ന നടപടിയെ ഞങ്ങൾ നഖശികാന്തം എതിർക്കുക തന്നെ ചെയ്യും. ഇതൊരു അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടറാണ് അത് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് മതിയോ, അതോ അതിന് മുകളിലേക്ക് ഇപ്പോൾ HMCയുടെ ചെയർമാനാണ് ജില്ലാ കളക്ടർ, അതിന് മുകളിലേക്കുള്ള ആരെങ്കിലും കളക്ടർ ഉൾപ്പെടെ ഇതിൽ പ്രതികൂട്ടിൽ നിൽക്കുന്ന ആളുകളാണ്. അവരെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണം. ഉയർന്ന തലത്തിലുള്ള അന്വേഷണം, ജുഡീഷ്യൽ എൻക്വയറി. വൈ ദ ഗവൺമെന്റ് ഈസ് അഫ്രൈഡ് ഓഫ് ആൻ എൻക്വയറി ബൈ ദ ജുഡീഷ്യൽ ഓഫീസർ? ജുഡീഷ്യൽ എൻക്വയറി തന്നെയാണ് ഈ കാര്യങ്ങളുടെ എല്ലാ ഭാഗങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലുള്ള ജുഡീഷ്യൽ എൻക്വയറി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ആരോഗ്യ മേഖലകളിൽ പരാതികൾ വരുന്നു. പല സ്ഥലത്തും സമാനമായ രീതിയിൽ അപകടാവസ്ഥയെത്തുന്നുണ്ട്. രാഷ്ട്രീയ പ്രതിരോധം എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ? ഞങ്ങള് വളരെ ന്യായയുക്തമായിട്ടാണ് ഇന്ന് തന്നെ മെഡിക്കൽ കോളേജിന്റെ മുമ്പിലേക്ക് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഏകോപിപ്പിച്ച മാർച്ചുണ്ട്. അത് സമാധാനപരമായി നടത്താൻ DCC പ്രസിഡന്റ് പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുന്നു. കാരണം ഇത് മെഡിക്കൽ കോളേജിന്റെ മുമ്പിലാണ്. ഈ തിരുവനന്തപുരം സംഭവം ഉണ്ടായപ്പോൾ തന്നെ KPCC കഴിഞ്ഞ 2-ാം തീയതി കേരളത്തിലെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും എന്റെ മുൻപിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണയും സമരവും നടത്തിയിട്ടുണ്ടായി. ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇവിടെയും നടന്നു. ഇനിയിപ്പോ KPCC കോട്ടയം സംഭവത്തിന് മുൻപായിട്ടാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി, അതുപോലെ തന്നെ KPCC ഭാരവാഹികളുടെ യോഗം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചർച്ച ചെയ്ത് 8-ാം തീയതി എല്ലാ താലൂക്ക് ആശുപത്രികളിലും, ഇത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെയും യഥാർത്ഥ ചിത്രമാണ് ഇന്ന് നമ്മൾ വളരെ വേദനയോടെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സിലാക്കുന്നതെങ്കിൽ ഒട്ടുമിക്ക ഗവൺമെന്റ് ആശുപത്രികളിലും മതിയായ ഡോക്ടർമാരില്ല, മരുന്ന് വാങ്ങിയതിന് പൈസ കൊടുത്തിട്ടില്ല, ഉപകരണങ്ങളില്ല. അതാണ് തിരുവനന്തപുരത്ത് വ്യക്തമാക്കപ്പെട്ടത്. അപ്പോൾ പല സ്ഥലത്തെയും സംഭവം തന്നെയാണ്. ഇനി വാങ്ങുന്ന ഉപകരണങ്ങളാണെങ്കിൽ അത് ഉപയോഗയോഗ്യമല്ല, ഏറ്റവും അത്യാവശ്യമുള്ളതല്ല. രോഗികൾ തന്നെ പിരിവെടുത്ത ഉപകരണങ്ങൾ വാങ്ങേണ്ട സാഹചര്യം വരുന്നു. ഇത് വേദനയോടെ വ്യക്തമാക്കിയ ഡോക്ടർ ആരിസ് ഹസനെയാണ് ഇന്ന് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാനും മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്തു. അപ്പൊ ഞങ്ങള് ന്യായമായ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു. അതിന്റെ സമര പരമ്പരകൾ തന്നെയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇനിയും അത് ശക്തമായിട്ട് തന്നെ ആവശ്യാനുസരണം അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. പ്രതിപക്ഷ നേതാക്കൾ അല്പസമയം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു, അപകട സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു KPCC പ്രസിഡന്റ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആരോപണങ്ങൾ അതുപോലെ തന്നെ ആവർത്തിക്കുകയാണ് കോൺഗ്രസ്. മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു പ്രതികരണം തന്നെയാണ്. സംഭവത്തെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമമാണ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുപോലെ തന്നെ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, നിലവിൽ ഇപ്പോൾ കളക്ടറിനോട് ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒരാഴ്ചക്കകം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ഒരു അന്വേഷണം മതിയാകില്ല, വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്.